Where are we going? And look at my shoes, they're pink. Yeah, they are pink. My puppy is also pink. Yeah, you're a pinky pink girl. But someone in the airport will clean. Someone in the airport. Yeah, because it doesn't have legs. Yeah. Alright, so നമ്മൾ സിഡ്നിക്ക് പോവാണ്. രാത്രി ഇപ്പോൾ 9 മണിയായി. 12 o'clock-നാണ് ഫ്ലൈറ്റ്. സോ ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റാ. Yeah, you're a pinky pink girl. You look cool. So yeah, let's go and full packed down, full ready down. See you in Sydney. See you in Sydney. Bye bye and welcome to my channel. Bye. പോകുമ്പോൾ 2 തരം ആൾക്കാരാണല്ലോ. എനിക്കൊക്കെ 12 മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ 8 മണിക്ക് അവിടെ എത്തണം. ഋഷിക്ക് 12 മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ 11:30 അവിടെ എത്തണം. ഞാൻ എന്നിട്ട് ഫൈനലി ഞങ്ങളൊരു കോംപ്രമൈസിൽ എത്തിയിട്ട് ഒരു 9 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ 9 കാലായി. അതാ ഞാൻ പറയുന്നത് നേരത്തെ ഇറങ്ങാമെന്ന്. തൊപ്പി തന്നല്ലോ, ഞാനിപ്പോ തന്നേ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് വെയിറ്റ് ഒക്കെ നോക്കണം. മാക്സിന്റെ എയർബിൻബിയിലോട്ട് പോവാണ്. ഒരു കൺഫ്യൂഷനായി എന്താന്ന്. ഞങ്ങൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ചേട്ടൻ്റെ അടുത്താക്കും. അപ്പം അവനും അവിടെ ഭയങ്കര സുഖം. അവനവിടെ എയർബിൻബി ആണ് ഫുൾ, എല്ലാ ദിവസവും നല്ല സ്നാക്സും ഒക്കെ ആയിട്ട്. അപ്പം ഇനിയിപ്പോൾ അവനെ അങ്ങോട്ട് ആക്കാം. ലെറ്റ്സ് ഗോ കിഡ്സ്, ലെറ്റ്സ് ഗോ. ചേട്ടൻ്റെ വണ്ടി, ചേട്ടന് ആണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇതാ ഫുൾ പാക്ക് ചെയ്ത് അകത്തെല്ലാം വെച്ചിട്ടുണ്ട്. കം ഓൺ കിഡ്സ്, ലെറ്റ്സ് ഗോ. We have stolen it, oh. We didn't steal it. Then whose car is it? Mine. No, your car. I drive my car. Really? ഏത് നട്ടപ്പാതിരിക്കും നമുക്കൊരു ആവശ്യം വന്നാൽ വിളിക്കാൻ പറ്റിയ 1-2 ആൾക്കാർ നമ്മുടെ ലൈഫിൽ വേണമെന്ന് പറയില്ലേ, അങ്ങനെ 2 ആൾക്കാരാണ് ചേട്ടനും ചേച്ചിയും. ചേട്ടന് നാളെ രാവിലെ 4 മണിക്ക് ജോലിയൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇതാ എയർപോർട്ടിലോട്ട് വരുന്നു. ബൈ 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 ഏട്ടാ, താങ്ക് യു. Yeah, you have to do it, okay? Bye, Ada. Chal. Yeah, you have to pull it. നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണ് ഈ കാർ സീറ്റ്. ഇതിപ്പോൾ സിഡ്നിക്ക് പോകുന്നതായതുകൊണ്ട് കാർ സീറ്റും പൊക്കിക്കൊണ്ട് പോകണം. അതൊരു മെനക്കേടാ. എനിവേസ് അതെടുത്തിട്ടുണ്ട്, പെട്ടിയെല്ലാം എടുത്തിട്ടുണ്ട്. വെച്ച് ട്രോളി ആയിട്ട് വരും. അവിടെ ട്രോളി പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു. പക്ഷേ കാർ സീറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രോളി വേണം. പൈസ കൊടുക്കണ്ടേ വന്ന ട്രോളിക്ക്? $4 ഓൺലൈൻ തന്നെ ചെയ്തതാണ്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ തന്നെ കിയോസ്കിൽ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ സെൽഫായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ വളരെ കുറവാണ് അവർ അസിസ്റ്റൻസ് തരുന്നത്. പിന്നെ കാർ സീറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഓവർ സൈസ് ബാഗേജ് കൗണ്ടറിൽ പോയിട്ട് കാർ സീറ്റ് നമ്മളവിടെ ഡ്രോപ്പും ചെയ്യണമായിരുന്നു. ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള 2 പിള്ളേർ, അവർ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്നും ചോദിക്കില്ലായിരുന്നു എന്നാ പോകുന്നത്. അപ്പോൾ പ്ലെയിനിൽ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അവർ ഫുൾ ഓൺ എനർജിയിലായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഇടയ്ക്കിടയ്ക്ക് നല്ല തല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ, ഇപ്പോൾ നമുക്കിത് ശീലമായിട്ടുണ്ട്. പിന്നെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ആൾക്കാർ ലാസ്റ്റ് മിനിറ്റ് എപ്പോഴും ചെക്ക് ഇൻ ചെയ്യുന്നതെന്ന്. അയ്യോ, ഈ ഡൊമസ്റ്റിക് ടെർമിനലിൽ എന്തൊരു തിരക്കായിരുന്നു. നമ്മൾ സാധാരണ ഇൻ്റർനാഷണൽ പോകുമ്പോൾ അവിടെ അത്യാവശ്യം നല്ല ലക്ഷറി സ്പേസ് ഒക്കെ ഇരിക്കാനൊക്കെ. ഇവിടെ മനുഷ്യന് ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഭയങ്കര തിക്കും തിരക്കും ഒക്കെ. ഇതാവുന്നില്ല, ഒരാൾക്ക് നല്ല ബെസ്റ്റ് സ്പോട്ട് കിട്ടി. നല്ല സുഖമുണ്ടല്ലോ. മറ്റേ ആൾ ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് അവിടെ ഇരിക്കാൻ. സത്യം, അതിനൊരു 10 പേര് ചുറ്റിന് നിൽക്കും. ഒരു കാപ്പി കുടിക്കാനായിട്ട് കഫേയിലോട്ട് വന്നതാ. ഞങ്ങൾ ഇപ്പോൾ 10:30 ആയതേ ഉള്ളൂ. 12 മണിക്കാണ് ഫ്ലൈറ്റ്. ലേറ്റൊന്നും ആവാണ്ടിരുന്നാൽ മതി. ഭയങ്കര തിരക്ക്. $10 കാപ്പിയാ. നല്ലതല്ലെങ്കിൽ നല്ലതാണെന്ന് പറയണം. $10 കാപ്പി ആണ്.
How much is $10? $10. സത്യം പേ ചെയ്തപ്പോ എന്റെ നെഞ്ചും നടിച്ചു. How is it? പൊട്ടാ കഷ്ടം. I don't know, I didn't try. ഈ മിലിറ്ററി ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ദൈവമൊക്കെ ആയിരിക്കും. എവിടെയാണെങ്കിലും അവളുടെ സമയമാകുമ്പോൾ അവൾ ഉറങ്ങിയിരിക്കും. അയ്യോ അതെവിടെയാ ഇങ്ങനെ അവൾ തന്നെ അവൾക്കുള്ള കംഫേർട്ടൊക്കെ ഉണ്ടാക്കി അവൾ ബ്ലാങ്കറ്റൊക്കെ പുതച്ച് ഒരു പില്ലുമൊക്കെ എൻ്റെ കാലിൻ്റെ പുറത്തൊക്കെ വെച്ച് അവൾ ഉറങ്ങിക്കഴിഞ്ഞു. അവനപ്പനെ സോപ്പിട്ട് വെൻഡിങ് മെഷീനിൽ നിന്ന് ചോക്ലേറ്റ് മേടിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ ഈ മിഡ് നൈറ്റ് ഫ്ലൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം വണ്ടി കയറുന്നതേ പിള്ളേർ ഉറങ്ങും. ഇതാ രണ്ടുപേരും വണ്ടി കയറിയത് തന്നെ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ഉറക്കം ഒരു വഴിയായി. പിന്നെ ഇത് ലൈറ്റ്സ് എല്ലാം അവർ ഓഫ് ചെയ്ത് കുറച്ചൊരു 1.5 മണിക്കൂറൊന്നും ഉറങ്ങി. അത് കഴിഞ്ഞ് ലാൻഡിങ് ആയപ്പോൾ വീണ്ടും ഒരു ലൈറ്റൊക്കെ ഓൺ ചെയ്തപ്പോഴത്തേനും വീണ്ടും എണീറ്റു. പക്ഷേ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ലിജോ പാവം അത്യാവശ്യം ദേഷ്യം വന്നിരിക്കുക. അവിടെ മുമ്പിലിരുന്ന ആൾ ബാക്കിലോട്ട് സീറ്റ് റിക്ലൈൻ ചെയ്തു. ആൻഡ് നമുക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. ഈ മുന്നിലിരിക്കുന്ന ആൾക്കാർ ഈ 1 സെൻറ്റിമീറ്റർ അവർ ബാക്ക് റിക്ലൈൻ ചെയ്തിട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടാനില്ല. പക്ഷേ ദാറ്റ് ഈസ് ഗോയിൻ ടു മേക്ക് സച്ച് എ ബിഗ് ഡിഫറൻസ് ഫോർ ദ പീപ്പിൾ സിറ്റിംഗ് ബിഹൈൻഡ് യു. ഇപ്പോൾ ബാക്കിൽ ആളില്ലെങ്കിൽ റിക്ലൈൻ ചെയ്താൽ കുഴപ്പമില്ല, ഓക്കെ ലവ്ഡാണ്. പക്ഷേ ചെറിയൊരു കൺസിഡറേഷൻ ബാക്കിലുള്ള ആൾക്ക് ചിലർക്ക് അതില്ല. പിന്നെ ഇതാ ലാൻഡിങ് അനൗൺസ്മെൻറ്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ നമ്മുടെ സ്കൈയിൽ നിന്ന് ആ സൺറൈസ് കാണാനായിട്ട്. ദിസ് ഇസ് പ്രോബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് പ്രഷ്യസ് വ്യൂസ്. പിന്നെ സിഡ്നി 2 hours ഫോർവേഡ് ആയതുകൊണ്ട് ടോട്ടൽ ഫ്ലൈയിങ് ടൈം 4 hours ആണ്. അപ്പോൾ ഞങ്ങളവിടെ 12 o'clock കയറി. അപ്പോൾ ടെക്നിക്കലി നമ്മുടെ 4 o'clock ആണ്, പക്ഷേ സിഡ്നിയുടെ 6 o'clock നമ്മൾ ലാൻഡ്. സിഡ്നി ലാൻഡ് ചെയ്തു. ഇവിടെ ഫുൾ ടൈം ഉറക്കായിരുന്നു. സോ ദാറ്റ് ഇസ് റിയലി നൈസ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എണീപ്പിക്കുകയായിരുന്നു. തിരക്ക് കുഴപ്പമില്ല. രാവിലെ 6:30 ആയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇവിടെ നമുക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് കാറ്. സോ കാർ റെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് പോവാം. ഹായ് ഹായ്, ഡിഡ് യു സ്ലീപ്പ് വെൽ? ലാസ്റ്റ് ഇറങ്ങിയോണ്ട് ബാഗേജിനൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതാണ് നമുക്ക് പറ്റിയിരുന്നു. റെൻ്റൽ കാറ് ലോട്ട് പോകാനായിട്ട് വരുന്ന ഷട്ടിലാണിത്. നമ്മൾ കാറ് ഹയർ ചെയ്ത റെൻ്റൽ ഏജൻസി എയർപോർട്ടിൻ്റെ അകത്തല്ലായിരുന്നു, അതുകൊണ്ടാണ് അവർ ഷട്ടിൽ വിട്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചീപ്പറായിരുന്നു, എയർപോർട്ട് റേറ്റ്സ് അല്ലാത്തതുകൊണ്ട്. Ravi? Bye-bye. We are in Sydney. Who are we coming to see? Mama, Rogo Taco. Rogo? Yeah. Abama, Rogo Taco, Bellama, Uncle Bichoy, everybody. How about Rogo? Roku Taco, yeah. Roku. We're seeing Roku. Yeah. Okay? നമ്മൾ റെൻ്റൽ വണ്ടിയുടെ പിക്കപ്പിനുള്ള റോഡ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി. ഉറപ്പില്ല, അവർ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യുന്നുള്ളൂ. ബട്ട് ഇതാ ഓർഡർ ചെയ്തത് കിയയുടെ. നോക്കാം. ഇതാ നമ്മുടെ വണ്ടി വന്നു. MGയുടെ വണ്ടിയാ. Yay, looks nice. Coming. Danger. ഇതാണിപ്പോ നമ്മുടെ വണ്ടി. നമ്മുടെ പെട്ടിയെല്ലാം കൂടി വണ്ടിയിൽ കയറുമെന്ന് നല്ല സംശയമായിരുന്നു. ബാക്കിൽ വലുത് 2 കയറി. ഇതാ 2 ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ലിജോയ്ക്ക് നല്ല വണ്ടി കേട്ടോ, പക്ഷെ ലുക്സ് വെരി നൈസ്. ലിജോയ്ക്ക് ബ്ലാക്ക് ആയതിന്റെ ഒരു വിഷമമുണ്ട്. അയ്യോ, ഒരു കൊതുക് കയറിയല്ലോ.
That's cool. ബ്ലാക്ക് ആയ I think I got it. Mama, ഇതൊരു 1.5 ടണലാണ് കേട്ടോ. ഒരു 2-3 കിലോമീറ്റർ ആയിട്ട് നമ്മളിപ്പോ ഈ ടണലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. This is crazy. this is the longest tunnel. I know, me too. Decker dog. No, why the 1,000 Decker dog? Oh, that's like the Sydney Harbour. What? Yeah, Sydney Harbour. Oh, it's very please, Mama. ലജ് എങ്ങനെയുണ്ട് സിഡ്നിയിൽ ഓടിച്ചിട്ട്? സത്യമായിട്ടോ ലൈക്ക് നമ്മൾ സിഡ്നിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് സോ മച്ച് ഹാപ്പനിങ് ആൻഡ് സോ മെനി റോഡ്സ്. ഇന്നാണ് ഇപ്പം തിരക്കില്ലാത്ത ദിവസമാണ്. എന്നാൽ കൂടെ വെറുതെ ആണോ ഇവിടെ ഉള്ളവർക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത. ഇപ്പൊ ചേച്ചിയൊക്കെ എപ്പോഴും പറയും ഒത്തിരി ദൂരം ½ hour ട്രാവൽ ചെയ്ത് പോകണം എന്നൊക്കെ. ആൻഡ് വീട്ടിലെ അയ്യേ ½ hour ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന സമയം അത്ര എന്നൊക്കെ. പക്ഷെ ഇവിടെ ഓടിക്കുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് ആക്ച്വലി സോ സ്ട്രെസ്ഫുൾ ഒരു ½ hour ഓടിക്കാൻ. ലിജിത് MG ചെയ്ത വണ്ടിയാ കാണാൻ അതന്നെ രസമുണ്ട് അല്ലേ? Why are you taking no video? You shush. ഞാൻ ആലോചിക്കുന്നേ നമ്മളെ കൊണ്ടുപോകുന്നത് മൊത്തം ഈ ഉൾവഴി കൂടെയാ. ഇവിടെ ഹൈവേസ് ഒന്നും ഇല്ല എന്ന്. ലൈക്ക് സീ ഹൗ ബ്യൂട്ടിഫുൾ ദീസ് റോഡ്സ് ആർ. എന്ത് ഗ്രീനറിയാ നോക്ക് എല്ലായിടത്തും. ഇതെല്ലാം സബർബൻ ഏരിയാസും ആണ്. ലൈക്ക് വീടുകളൊക്കെ ഉണ്ട്. ഈ വീടുകളിലൊക്കെ നല്ല $1 million ആയിരിക്കും, അത് വേറെ കാര്യം. എന്നാലും ലൈക്ക് ബട്ട് സീ ഹൗ പ്രിറ്റി ഇറ്റ് ഈസ്. Mama. Yeah. Actually. Full hills are top. Ryan, tell what you think about the place. 8 out of 8. No, what did you say before? It's very Pretty. but But it has too much hills. actually that's the summary of Sydney. Yeah. It's very pretty but it's got too many hills. Whoa, 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 whoa. Oh my goodness. There's That's too many. crazy. There's too many hills. Okay, that was like the steepest turning I have ever seen. In 300 meters, Is stay it to the right, beautiful? then turn left. ചേച്ചിയുടെ വീട് എത്താറായി. ഇറ്റ്സ് എ വെരി നൈസ് ഏരിയ അല്ലേ? ഭയങ്കര ഹില്ലിയാ ബട്ട് നല്ല ഭംഗി കാണാൻ. സത്യം. അയ്യോ അപ്പൊ അമ്മയൊക്കെ ഇവിടെ എന്ന് പോക്കിന് പോന്ന് ഈ ഹില്ലിൽ കൂടെ അമ്മ ഇങ്ങനെ ക്ലൈംബ് ചെയ്യും ആണ്. അപ്പൊക്ക് 3 hour ഓർമ്മയായിരിക്കും. ഇവിടെ എവിടെ എവിടെ കണ്ട Turn left on Roland Avenue. ഇതാണെന്ന് തോന്നുന്നു. Mama, she's busted. I think അതന്നെ എനിക്ക് അത് ബാക്ക് യാർഡ് കണ്ടപ്പോ എനിക്ക് തോന്നി ചേച്ചിയുടെ വീടാന്ന്. വിടുത്തി വിടുത്തി വിടുത്തി. they have a bigger house. ഇത് തന്നെ. This one ഇത് തന്നെ. ഇത് തന്നെയാ ഉറപ്പാ. ഉറപ്പായില്ലേ ഇതെന്നാ? അതെനിക്കറിയത്തില്ല. ചാച്ചിന്റെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. Who is that? ബിജു അങ്കിൾ ബിജോയ്. I didn't know. Yeah, very. You said you want to see Appa Amma, and when you saw Appa Amma, you're being cranky pants. ഇത് വേറെ വാഴ. Come. Taco boy. I can do. Mama, I can do a magic trick. Show me. Da. Nonsense. What? Look, Jazzy. Whoa, that's so cool. Here, boys. Who else wants? Whoa, so many. Can I have one? Yeah, of course. Yes. I know. Whoa, that's
വീട്ടിൽ വന്ന് കയറിയതും അമ്മയുടെ വക നല്ല അപ്പവും സ്റ്റ്യൂവും മുട്ടക്കറിയും ഒക്കെ ആയിട്ടാണ് വരവേൽപ്പിയത്. അപ്പോൾ അതും നല്ല കളറായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് കസിൻസിനെല്ലാം കിട്ടിയതല്ലേ, എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ കളിയും മേളവും ഒരു ബഹളമായിരുന്നു. പിന്നെ നടന്നു ഒന്നും ഞാൻ ഓർമ്മയില്ല, അതങ്ങനെ ഒരു വഴിക്കങ്ങ് പോയി. വെരി ഗുഡ്. ഓ നോ, വണ്ടി അങ്ങനെ വീടൊക്കെ എത്തി, ഒന്ന് റിലാക്സ് ചെയ്തു. സോ ദാറ്റ്സ് ബീൻ അവർ സിഡ്നി ജേർണി. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയ ദിവസം കാണിക്കാം. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.